നമസ്കാരം. ഈ അടുത്തിടയ്ക്ക് ഞാൻ വായിച്ച എനിക്ക് എന്നെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്തൊരു ക്യാപ്ഷനാണ്. അപ്പൻ മകനെ കുളിപ്പിക്കുമ്പം ചിരിക്കും, മകൻ അപ്പനെ കുളിപ്പിക്കുന്നൊരവസ്ഥ വരുമ്പം കരയുമെന്ന് പറയുന്നുണ്ട്. വളരെ അർത്ഥവത്തായ ചില വാക്കുകളാണ്. അതായത് ചെറുപ്പകാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പം കളിയും തമാശയും ഒക്കെ ആയിരിക്കും അല്ലേ. അതേസമയം മക്കൾ വലുതായി, അപ്പന് വയ്യാണ്ടായി അല്ലെങ്കിൽ അമ്മയ്ക്ക് വയ്യാണ്ടായി അവരെ കുളിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക്, അതായത് അവർക്ക് സ്വയം കുളിക്കാൻ പറ്റാതെ മക്കൾ കുളിപ്പിക്കുന്ന അല്ലെങ്കിൽ മക്കൾ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വരുമ്പം രണ്ടുപേരും ഉള്ളിൽ നീറുകയായിരിക്കും. ഞാനിത് പറയാൻ കാര്യം കഴിഞ്ഞാൽ, കുറേ നാളുകൾക്ക് മുന്നേ ഞാനൊരു വൈദികൻ്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അദ്ദേഹം കൗൺസിലിംഗ് ചെയ്യുന്നതും സൈക്കോളജിയൊക്കെ പഠിച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരു പ്രായമായ ഒരു അപ്പനെയും കൊണ്ട് ഒരു മകൻ വരികയാണ്. ഇതിനു മുമ്പ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്കിലും വീണ്ടും ഒന്നും പറയാനുണ്ടായ ചില സാഹചര്യമാണ്. അപ്പോൾ ആ പ്രായമായ അപ്പനെയും കൊണ്ട് ഈ മകൻ വരുമ്പോൾ അപ്പൻ്റെ കൈ ഫ്രാക്ചറായിട്ട് ഇങ്ങനെ കെട്ടിവെച്ചേക്കുകയാണ്. അപ്പോൾ ഈ അച്ഛൻ മകനോട് ചോദിച്ചു, എന്താണ് അപ്പൻ്റെ പ്രശ്നം, എന്തു പറ്റി എന്ന് വെച്ചപ്പം മകൻ ഉടനെ എടുത്ത് വായി പറയുന്നത്, ഇങ്ങേർക്ക് മറ്റേതിൻ്റെ കുഴപ്പമാണ്. അപ്പം മകനോട് അപ്പൻ ചോദിച്ചു, അച്ഛൻ ചോദിച്ചു, എന്തിൻ്റെ കുഴപ്പം എനിക്ക് മനസ്സിലായില്ല. ഇയാൾക്ക് പ്രായമായാലും ഇപ്പോഴും പെണ്ണുങ്ങളെ കണ്ടാൽ ബുദ്ധിമുട്ടാണ് എന്ന രീതിയിൽ ഒരു മോശമായ രീതിയിൽ മകൻ മറുപടി കൊടുത്തു. മകൻ പറഞ്ഞ മറുപടി ഞാൻ സത്യം പറഞ്ഞത് സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് പറയുന്നില്ല, അതാണ് എൻ്റെ ഒരു മര്യാദയ്ക്ക് ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അച്ഛൻ വീണ്ടും ചോദിച്ചു, എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, മകൻ ഗൾഫിലാണ്, അപ്പൻ നാട്ടിലാണ്, അമ്മ ഇല്ല, മരിച്ചുപോയി. ഈ മകൻ്റെ ഭാര്യയോട് അപ്പൻ മോശമായി പെരുമാറിയെന്ന്. അപ്പം മകൻ ഇത് അറിഞ്ഞിട്ട് നാട്ടിൽ വന്ന് അപ്പനുമായി വഴക്കമുണ്ടാക്കി അപ്പൻ്റെ കൈ ഒടിച്ച് വെച്ചേക്കുക. അപ്പം അതാണ് വെച്ച് കെട്ടിയിരിക്കുക. അപ്പോൾ ആൾക്കാർ പറയുന്നത് അപ്പനെ വൃദ്ധസ്ഥാനത്ത് കൊണ്ടാക്കണമെന്നോ അല്ല അപ്പനെ കൗൺസിലിംഗ് കൊടുക്കണമെന്നോ പറഞ്ഞാൽ ഈ പ്രായത്തിൽ ഇങ്ങനൊരു ചിന്തയൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഇയാൾ പറഞ്ഞു, എന്താ സംഭവിച്ചത്. ഇപ്പം ഈ മകൻ്റെ ഭാര്യ കുളിച്ചിട്ട് വന്ന് മുറി ജീവിക്കൊണ്ടിരിക്കുമ്പം അപ്പൻ പുറകെ കൂടെ വന്ന് കെട്ടിപ്പിടിച്ചെന്നെങ്ങാണ്ടാണ് മകൻ പറയുന്നത്, ഇതാണ് സംഭവിച്ചതെന്ന് പറയാം. അപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു, ഈ അപ്പൻ എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു, പണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വളരെ നല്ല മനുഷ്യനാണ്, ഒരു അധ്യാപകനാണ്, ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ള മനുഷ്യനാണ്, വളരെ സ്നേഹമായി കഴിഞ്ഞ മനുഷ്യനാണ്, ഇയാളിൽ നിന്ന് ഇത്രയും വൃത്തിയായിട്ടൊരു സ്വഭാവം ഉണ്ടാകും ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മകൻ പറഞ്ഞു. അപ്പം അച്ഛൻ ചോദിച്ചു, എന്ന് തൊട്ടാണ് ഇയാൾക്ക് ഈ പ്രശ്നം ഉണ്ടായതെന്ന് ചോദിച്ചു വന്നപ്പോൾ മനസ്സിലായി, ഈ അമ്മ മരിച്ചതിന് ശേഷമാണ് ഈ മരുമകളോട് ഈ അപ്പൻ ഇങ്ങനെയൊക്കെ ചെറുതായിട്ടൊക്കെ പെരുമാറാൻ തുടങ്ങിയത് എന്ന് മകൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഉടനെ പറഞ്ഞു, നിങ്ങൾ ഒന്നുകൊണ്ടും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല, അപ്പനിത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അപ്പന് അൾഷിമേഴ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ മകൻ പറഞ്ഞു, ഇങ്ങേർക്കൊരു കുഴപ്പമില്ല, അതുകൊണ്ടല്ലോ പോത്ത് പോലെ ഇരിക്കുന്ന ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യനാണ്. അച്ഛൻ പറഞ്ഞൊരു കാര്യം ഒരു ടെസ്റ്റൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അച്ഛനൊരു ടെസ്റ്റൊക്കെ വിട്ടു. അങ്ങനെ ടെസ്റ്റൊക്കെ കഴിഞ്ഞു, റിസൾട്ട് വന്നു. അച്ഛൻ ഈ രണ്ടുപേരെ കൂടെ വിളിപ്പിച്ചിട്ട് ടെസ്റ്റിൻ്റെ റിസൾട്ട് കാണിച്ചിട്ട് പറഞ്ഞു, കണ്ടോ, അപ്പൻ്റെ ഇത്രയും ഭാഗം ബ്രെയിനും ഡെഡാണ്, അപ്പൻ അൾഷിമേഴ്സ് വളരെയധികം കൂടി നിൽക്കുകയാണ്. അതായത് അപ്പനെ സംബന്ധിച്ചോളം ഇത് മകൻ്റെ ഭാര്യയാണെന്ന് അപ്പൻ തിരിച്ചറിയുന്നില്ല. ഈ സ്ത്രീയെ കാണുമ്പം അപ്പൻ്റെ ഭാര്യയാണ് ഓർമ്മ വരുന്നത്. അപ്പൻ വിചാരിക്കുന്നത് ഇത് സ്വന്തം ഭാര്യയാണ് എന്നുള്ള ഒരു ധാരണയിലാണ് അപ്പൻ ചെന്ന് അവരെ കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നതും ഒരു പക്ഷേ ആ ഒരു വിശ്വാസത്തിലോ അല്ലെ ആ ഒരു ധാരണയിലും ആയിരിക്കും. ഈ മകൻ ഈ റിസൾട്ട് കണ്ടിട്ട് അച്ഛൻ എന്ന പ്രസംഗത്തിൽ പറയാണ്, അപ്പൻ്റെ കാൽക്ക് വീണ് കരയാണ്. കാരണം അപ്പൻ ഈ ചെയ്തതൊന്നും അയാളുടെ ഉപബോധം മനസ്സിൽ ചെയ്യുന്നതല്ല, ഈ രോഗത്തിൻ്റെ ഒരു അവസ്ഥയെ ചെയ്തു പോയതാണ്. നമ്മൾ മോഹൻലാലിൻ്റെ ഒരു സിനിമ കണ്ടപ്പോൾ ഓർക്കാം, അൾഷിമേഴ്സൊക്കെ വന്നു കഴിഞ്ഞുള്ള അനുഭവം എന്തുവാന്നുള്ളത്. അപ്പോൾ മകൻ കരയാണ്. അപ്പോൾ ഈ മകൻ കരയുമ്പോൾ അപ്പൻ ചോദിക്കുന്നുണ്ട്, മോനെ നീ എന്തിനാ കരയുന്നത്, കുഞ്ഞെന്തിനാ കരയുന്നത്. കാരണം മകനെ ഈ കൈ ഒടിച്ച കാര്യം പോലും അപ്പൻ അറിയത്തില്ല. ഒരു രോഗത്തിൻ്റെ ഒരു അവസ്ഥ ഞാൻ പറയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞൊരു ക്യാപ്ഷൻ, അപ്പൻ മകനെ കുളിപ്പിക്കുമ്പം ചിരിക്കും, മകൻ അപ്പനെ കുളിപ്പിക്കുന്നൊരവസ്ഥ വരുമ്പം കരയുമെന്ന് പറയുന്നുണ്ട്. ആർക്കും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. പക്ഷേ ആ ഒരു വാർദ്ധക്യത്തിലല്ല വയ്യാഴ്മയിൽ തള്ളിക്കളയുന്ന ഒരുപാട് മക്കളുണ്ട്. മക്കൾ നോക്കാതെ അപ്പനും അമ്മയും പെരുവഴി കളയുകയും പല രീതിയിലൊക്കെ പോവുകയൊക്കെ ചെയ്യും. ഞാൻ ഈ അടുത്തിടയ്ക്ക് എന്നോട് ഒരാൾ സംസാരിച്ച വട്ടത്തിൽ ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു മനസ്സിലൊരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മുന്നോട്ട് പോകുന്നു, നമുക്ക് പറയാൻ പറ്റത്തില്ല മക്കൾ നോക്കും നാളത്തെ ഒരു അവസ്ഥ എന്തുവാന്നുള്ളത്. വീട്ടുകാരൊക്കെ തള്ളിക്കളയാം. ഒരു ഇച്ചിരി പൈസ കരുതി വെക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ ലാസ്റ്റ് വാരണാസി പോയി താമസിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിൽ നിന്നൊരു ബുദ്ധിമുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം
അപ്പോൾ ആ കേട്ടോണ്ടിരുന്ന ആളും പറഞ്ഞു ഞാനും അത് തന്നെയാണ് മനസ്സിൽ കരുതിയിരിക്കുന്നത്, എനിക്ക് വാരണാസി പോയി ലാസ്റ്റിൽ നിൽക്കണം എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞേ ദോഷമാണ്. നമ്മൾക്കൊരു സാമ്പത്തിക ഭദ്രതയുണ്ട്, നമുക്കൊരു ആരോഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് നമ്മുടെ അപ്പനെയും അമ്മയെ സംരക്ഷിക്കാൻ പറ്റണം. കാരണം അവർ നമ്മളെ വളരെയധികം സംരക്ഷിച്ചാണ് നമ്മളെ ഇത്രയും എത്തിച്ചത്. അവർക്കൊരു വയ്യാഴിക വരുമ്പം ഉറപ്പായിട്ടും ആരുടെ മുന്നിൽ പോയി കൈനീട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് കൈനീട്ടുന്നതല്ല. കൈനീട്ടേണ്ട ഒരു സാഹചര്യം വരുമ്പം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. പല ആൾക്കാരും മനസ്സിലാക്കണം, പ്രായമാകുമ്പോൾ ആൾക്കാർക്ക് പല അസുഖങ്ങൾ വരും. ഈ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് പല പ്രശ്നങ്ങൾ അവരിലുണ്ടാകും. ഇതൊക്കെ ഇയാളുടെ കയ്യിരിപ്പ് കൊണ്ടാണെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് ചിന്തിച്ച് പോകും. എപ്പോഴും പ്രൂഫ് വേണമെന്നില്ല. ഈ മെഡിക്കൽ റിസൾട്ട് വന്നെങ്കിലേ അപ്പന് വയ്യാഴികയാണെന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ചില ആൾക്കാരുണ്ട്. തെറ്റാണ്. ചിന്തിക്കണം. നമ്മുടെ അപ്പനെയും അമ്മയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്.